മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് ഈ കാണുന്നത് പോലെ ഒരു ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനകത്ത് 8 പീരീഡുകളുണ്ട്. മൺഡേ മുതൽ സാറ്റർഡേ വരെ 6 ദിവസങ്ങളുണ്ട്. രണ്ടാം പീരീഡിനും മൂന്നാം പീരീഡിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവെല്ല്, നാലാമത്തെ പീരീഡ് കഴിഞ്ഞ ലഞ്ച് ബ്രേക്ക്, പിന്നെ ആറാമത്തെയും ഏഴാമത്തെയും പീരീഡുകൾക്കിടയിൽ എഗെയിൻ ഒരു ഇൻ്റർവെല്ല്. മുകളിൽ 3 വരികൾ, സ്കൂളിൻ്റെ പേര്, ടൈം ടേബിള്, പിന്നെ നെയിമും ക്ലാസ്സും കൂടിയുള്ള ഒരു 2 സെക്ഷൻസ്. ഇത് ഞാൻ PDF ആക്കി വെച്ച ഫയലാണ്. ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രഷ് എക്സൽ ഫയൽ എടുത്തിട്ട് നമുക്ക് ഒരു ടൈം ടേബിൾ എടുക്കാം. അവിടെ ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ച ഒരു ഫയലുണ്ട്. ഈ സബ്ജക്ട്സിൻ്റെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചതാണ് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. ഡേയ്സ് മൺഡേ മുതൽ സാറ്റർഡേ വരെയും പീരീഡുകൾ 1, 2, 3 മുതൽ 8 പീരീഡ് വരെകളെയും സബ്ജക്റ്റുകളുടെ പേരുകളും ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ 3 വരികൾ നമുക്ക് കൂട്ടിച്ചേർക്കണം. ഇൻ്റർവെല്ലിനും ലഞ്ച് ബ്രേക്കിനും എഗെയിൻ ഇൻ്റർവെല്ലിനുള്ള കോളങ്ങളും ഇൻസർട്ട് ചെയ്യണം. അത് അവസാനം ചെയ്യാം. നമുക്ക് ഇതിൽ എളുപ്പത്തിൽ ഈ ഇംഗ്ലീഷ് എന്നുള്ള സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ AB എന്നുള്ള ഈ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഓറിയൻറ്റേഷൻ എന്നുള്ളതിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആംഗിൾ ക്ലോക്ക് വൈസ് എന്നുള്ള ഫസ്റ്റിൽ ബട്ടൺ അമർത്തി ഇത് 45 ഡിഗ്രി അതിൽ ചെരിയും. ഈ മലയാളം എന്നുള്ള ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എഗെയിൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ആദ്യം എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാമത്തെ ഓപ്ഷൻ ആംഗിൾ ക്ലോക്ക് വൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിയും. ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് നമുക്ക് മാറ്റുന്നതിന് പകരം കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഈ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ള ബ്രഷിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ കെമിസ്ട്രി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണോ അതുപോലെ കെമിസ്ട്രി ആവും. ഇതേപോലെ മലയാളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോർമാറ്റ് പെയിൻറ്റർ ബട്ടൺ അമർത്തിയിട്ട് മാത്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാളം പോലെ ഇതുമാകും. ഇനി ഈ ഇംഗ്ലീഷും മാത്സും മലയാളവും കെമിസ്ട്രി 4 സെല്ലുകൾ കൂടി സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ള ബ്രഷ് ഒന്നുകൂടി പ്രസ് ചെയ്തിട്ട് നമ്മൾ മൊത്തം സെല്ലുകൾ ഈ വിഷയങ്ങളുടെ പേരുകൾ മൊത്തം ഇതേപോലെ അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് മൗസ് അങ്ങോട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം അതുപോലെ ആവും. ഇപ്പോൾ കണ്ടോ ഇങ്ങനായി. ഇനി ഈ ഷീറ്റ് മൊത്തം സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷീറ്റ് മൊത്തം സെലക്ട് ആവും. ഇത് ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് സെൻറ്റർ ചെയ്യാം. അപ്പം മൊത്തം അലൈൻമെൻറ്റ് കറക്റ്റായി. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ടൈം ടേബിളിൻ്റെ രൂപം. ഇനി ഇതിനകത്ത് നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡിനകത്ത് ഇൻ്റർവെല്ലിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിയിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ അമർത്തി ഇൻസേർട്ട് എന്ന് കൊടുക്കുക. ഇവിടെ ഈ സെല്ലുകൾ D1 മുതൽ D7 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്ത് മെർജൻ സെൻറ്റർ കൊടുക്കുക. അവിടെ നമ്മൾ ഇൻ്റർവെല്ലിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് ഇവിടെ നേരത്തെ ഈ ചെരിക്കാൻ ഉപയോഗിച്ച ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൽ ഈ ഒരു ബട്ടൺ റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ് എന്നുള്ള ബട്ടൺ അമർത്തി ഈ കോളത്തിൻ്റെ വിഡ്ത്ത് കുറച്ചു. എഗെയിൻ ഇതുപോലെ ഈ G എന്നുള്ള കോളത്തിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ അമർത്തി ഇൻസേർട്ട് കൊടുത്തൊരു കോളം പുതിയ ഇൻസേർട്ട് ചെയ്തു. ഈ G1 മുതൽ G7 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്ത് മെർജൻ സെൻറ്റർ കൊടുത്തു. അവിടെ നമ്മൾ ലഞ്ച് ബ്രേക്ക് എന്ന് ടൈപ്പ് ചെയ്തു. ഈ സെല്ലിലും ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ AB എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഇങ്ങനെയാക്കി മാറ്റി. ഈ കോളത്തിൻ്റെ വീതി കുറച്ചു. എഗെയിൻ നമുക്ക് 6th ഉം 7th ഉം പീരീഡുകൾക്കിടയിലൊരു ഇൻ്റർവെല്ല് വേണമെന്നുണ്ടെങ്കിൽ Jയിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ അമർത്തി ഇൻസേർട്ട് കൊടുത്ത് ഈ D1 ക്ലിക്ക് ചെയ്തിട്ട് അത് അവിടുന്ന് Ctrl+C അടിച്ചിട്ട് ഈ J1 കൊണ്ട് നിർത്തിയിട്ട് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ Ctrl+V അടിക്കുക. അല്ലാതെ അവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സെയിം ഇൻ്റർവെല്ലാണ് അവിടെയും വരാനുള്ളത്. അപ്പോൾ ഇൻ്റർവെല്ലും ലഞ്ച് ബ്രേക്കും എഗെയിൻ ഇൻ്റർവെല്ലും കറക്റ്റായി. ഇനി നമുക്ക് മുകളിൽ 3 വരികൾ ഇൻസേർട്ട് ചെയ്യണം. 1 എന്നുള്ള നമ്പറിൽ റോ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ അമർത്തി ഇൻസേർട്ട് കൊടുത്തു, അല്ലെങ്കിൽ Alt+IR എന്ന് കൊടുത്തു. Alt+IR എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് റോ. അപ്പോൾ 3 റോകൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ടൈം ടേബിളിൻ്റെ മുകൾ ഭാഗത്തായി ഈ A1 മുതൽ L1 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്ത് മെർജൻ സെൻറ്റർ കൊടുത്തു. അവിടെ നമ്മൾ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്തു, GRHSS കോട്ടക്കൽ എന്ന് ടൈപ്പ് ചെയ്തു. ഇതേപോലെ A2 മുതൽ L2 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്തിട്ട് മെർജ് ചെയ്തു. അവിടെ നമ്മൾ ടൈം ടേബിൾ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഈ A3 മുതൽ ഒരു F3 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്തിട്ട് മെർജൻ സെൻറ്റർ കൊടുത്തിട്ട് നെയിം എന്തെങ്കിലും കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്തു. ഇതേപോലെ ഈ റൈറ്റ് സൈഡിലുള്ള പോർഷൻ വേറെ സെലക്ട് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് മെർജ് ചെയ്ത് ഇവിടെ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്തു. ക്ലാസ് എന്തെങ്കിലും കൊടുത്തു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ ക്ലിക്ക് ചെയ്ത് സാധാരണ പോലെ തന്നെ വലുപ്പം കൂട്ടാം, ബോൾഡാക്കാം, ഫോണ്ട് മാറ്റാം. ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ പോലെ ചെയ്യാം. ടൈം ടേബിളും ഇതേപോലെ ഇത്തിരി വലുപ്പം കൂട്ടി, ഇത് കുറച്ചും കൂടി വലുപ്പം കൂട്ടി.
ഇനി നമ്മൾ കൺട്രോൾ പി അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് പ്രിവ്യൂ ആണ്. പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. നമുക്കൊരു A4 സൈസ് പേപ്പറിൽ ഇത് ലാൻഡ്സ്കേപ്പായിട്ട് വരണം, വിലങ്ങനെ വരണം. ഇത് കുത്തനെ വരുന്നത്. അപ്പോൾ എസ്കേപ്പ് അടിച്ചിട്ട് പേജ് ലേ ഔട്ടിൽ പോയിട്ട് ഓറിയൻറ്റേഷൻ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അവിടെ പോയിട്ട് പോർട്രേറ്റ് എന്നുള്ളത് ലാൻഡ്സ്കേപ്പ് ആക്കി മാറ്റാം. ഇപ്പോൾ നമ്മൾ കൺട്രോൾ പി അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ സ്ക്രീനിൻ്റെ ഒരു കുറച്ച് ഭാഗം ബാക്കിയുണ്ട്. അപ്പോൾ സ്ക്രീനിൽ കുറച്ചുകൂടി താഴെയും റൈറ്റ് സൈഡിലും സ്ഥലം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അക്ഷരങ്ങളുടെ വലുപ്പത്തിരി കൂട്ടാം. ഞാൻ ഈ A4 മുതലുള്ള ഈ കണ്ടൻറ്റ് മാത്രം സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണ്ട് സൈസ് 11 എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് 12 അല്ലെങ്കിൽ 13 ആക്കി. ഇവിടെ 12 ആക്കുക നമ്മൾ ആദ്യം. എന്നിട്ട് കോളങ്ങളുടെ വിടുത്ത് ഇത് മൊത്തം ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ A അടിച്ചാൽ മൊത്തം സെലക്ട് ആവും. ആൾട്ട് OCA എന്നുള്ള ഷോർട്ട് ഫോം എടുത്താൽ ഓട്ടോ ഫിറ്റ് ആവും. ഇപ്പോൾ കൺട്രോൾ പി അടിച്ച് നോക്കുക. ഇപ്പോഴും കുറച്ചുകൂടി സ്ഥലം ബാക്കിയുണ്ട്. ഇത് കുറച്ചുകൂടി സെലക്ട് ചെയ്തിട്ട് ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 3 വരികൾ ഒഴികെ സെലക്ട് ചെയ്തിട്ട് ഈ ഫോണ്ട് സൈസ് ഞാൻ 13 ആക്കി മാറ്റി. എഗെയിൻ കൺട്രോൾ A അടിച്ച് ആൾട്ട് OCA അടിച്ചാൽ മൊത്തം സെലക്ട് ആവും. ഇപ്പോൾ ഏറെക്കുറെ സ്ക്രീനിൻ്റെ സെൻറ്ററിലാണ്. റൈറ്റ് സൈഡിൽ കുറച്ചുകൂടി സ്ഥലം ബാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി വലുപ്പം കൂട്ടാം. അപ്പോൾ സൂക്ഷിക്കേണ്ടത് വലുപ്പം ഇത് 14 ആക്കി മാറ്റുമ്പോൾ, അതായത് ഈ ഡേയ്സ് മുതലുള്ള ഹെഡിങ് ഒഴികെയുള്ള മാറ്ററുകൾ മൊത്തം സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫോണ്ട് സൈസ് ഞാൻ 14 ആക്കുമ്പോഴുള്ള ഒരു കുഴപ്പം, ചിലപ്പം ഇത് പേപ്പറിൻ്റെ സൈസ് ആദ്യം നോക്കണം. കൺട്രോൾ A അടിച്ച ആൾട്ട് OCA അടിച്ച് ഓട്ടോ ഫിറ്റ് ആക്കണം. അപ്പം ചിലപ്പോൾ ഇവിടെ അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. K എന്നുള്ള കോളത്തിനും L എന്നുള്ള കോളത്തിനും ഇടയിൽ ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ L എന്നുള്ള കോളം ഒരു പേജിന് പുറത്ത് ചാടിയെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കാണാൻ കഴിയും പേജ് 1 of 2 എന്നാണ് കാണുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വഴി ഈ കൺട്രോൾ P അടിച്ച് വരുന്ന ഈ പ്രിൻ്റ് പ്രിവ്യൂ സ്ക്രീനിൽ പോയിട്ട് സ്ക്രീനിൻ്റെ റൈറ്റ് ബോട്ടം കോർണറിൽ ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ മൗസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോ മാർജിൻസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ലെഫ്റ്റും റൈറ്റും മാർജിൻസ് കാണാൻ കഴിയും. ഈ ലെഫ്റ്റ് മാർജിൻ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് മൗസോട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റേക്ക് ഡ്രാഗ് ചെയ്യാം. റൈറ്റ് മാർജിൻ കുറച്ച് റൈറ്റേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ഥലം അവിടെ ബാക്കി കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ പേജ് ഏറെക്കുറെ കറക്റ്റായിട്ട് കിട്ടി. ഈ ഷോ മാർജിൻസ് എന്നുള്ള ബട്ടൺ ഓഫ് ആക്കാം. പക്ഷേ ഇതിപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിനകത്ത് ഗ്രിഡ് ലൈനുകൾ ഉണ്ടാവില്ല. ഗ്രിഡ് ലൈനുകൾ ഇടാൻ വേണ്ടിയിട്ട് സാധാരണ പോലെ നമ്മളിത് മൊത്തം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ A അടിച്ചിട്ട് ഇവിടെ സാധാരണ ബോർഡേഴ്സ് ഇടുന്ന ഈ ബോർഡേഴ്സ് ബട്ടൺ അമർത്തി ഓൾ ബോർഡേഴ്സ് എന്നുള്ള ബട്ടൺ അമർത്തിയുള്ള കുഴപ്പം, ഈ ചെരിഞ്ഞിരിക്കുന്ന 45 ഡിഗ്രി -45 ഡിഗ്രിയിലൊക്കെ ഇരിക്കുന്ന മാറ്റർ ആണെന്നുണ്ടെങ്കിൽ ഗ്രിഡ് ലൈനുകൾ ഈ കാണുന്ന പോലെ വരുള്ളൂ. അതിന് വേറെ വഴിയുള്ളത് കുറച്ച് മെനക്കെടാണ്. ഈ ബോർഡേഴ്സിൽ പോയിട്ട് നോ ബോർഡർ ആദ്യം ആക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2 വഴികളുണ്ട്. ഒന്ന് കൺട്രോൾ P അടിച്ചിട്ട് വരുന്ന ഈ സ്ക്രീനിലാണ് അതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ കാണുന്നത്. ഇങ്ങനെയായിരിക്കും ഇത് പ്രിൻ്റ് ചെയ്താൽ വരിക, അല്ലെങ്കിൽ PDF ആക്കിയിട്ടുണ്ടെങ്കിൽ വരിക. നമുക്ക് ഇതിനകത്തുള്ള ഈ ഗ്രിഡ് ലൈന് വരും വേണം, ചെയ്യാനും പാടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റ് പ്രിവ്യൂ സ്ക്രീനിനകത്തൊരു പേജ് സെറ്റപ്പ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അതിൽ കുറേ ടാബുകൾ ഉണ്ടാവും. ഇതിൽ മാർജിൻസ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ഷീറ്റ് എന്ന് പറഞ്ഞ് 4 ടാബുകളുണ്ട്. ഇതിനകത്ത് ഈ മാർജിൻസ് എന്നുള്ള ഒരു ടാബിനകത്ത് സെൻറ്റർ ഓൺ പേജ് ഹൊറിസോണ്ടലി വെർട്ടിക്കലി എന്ന് പറഞ്ഞ 2 ഭാഗം ടിക്ക് ചെയ്താൽ ഈ പേജിനകത്ത് ഇത് കറക്റ്റ് സെൻറ്റർ ആവും. പിന്നെ ഉള്ളത് പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് ഹെഡർ ആൻഡ് ഫൂട്ടറാണ്. ഇതിനകത്ത് ലാസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഷീറ്റിനകത്താണ് നമുക്ക് ആവശ്യമുള്ള മാറ്റർ ഉള്ളത്. പ്രിൻ്റ് എന്നുള്ളതിൻ്റെ താഴെ ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രിഡ് ലൈനുകൾ വരും. ഗ്രിഡ് ലൈനുകൾ വന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ പേജ് ഏറെക്കുറെ ഒരു പേജ് കറക്റ്റാണ്. എസ്കേപ്പ് അടിക്കാം. സ്ക്രീനിൽ വന്നിട്ട് ഈ ഹെഡിങ് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി വലുപ്പം കൂട്ടാം, അതിൻ്റെ ഫോണ്ട് മാറ്റാം, ബോൾഡാക്കാം, ഒക്കെ ചെയ്യാം സാധാരണ പോലെ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി കൺട്രോൾ P അടിച്ച് നോക്കുന്ന സമയത്ത് ഇത് ഇവിടെ താഴെ ഈ ഷോ മാർജിൻ ഇവിടെ 2ാമത്തെ പേജിലേക്ക് ചാടിയിട്ടുണ്ട്. അതായത് ആ ഹെഡിങ് ഞാൻ ഇത്തിരി വലുപ്പം കൂട്ടിയപ്പം ഈ 1ാമത്തെ പേജിലുണ്ടായിരുന്ന ആ സാറ്റർഡേയുടെ റോ താഴേക്ക് ചാടിയിട്ടുണ്ട്. അത് സൂക്ഷിക്കണം. അപ്പോൾ എഗെയിൻ നമ്മൾ ഈ പ്രിവ്യൂ സ്ക്രീനിൻ്റെ താഴെ ഷോ മാർജിൻസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇതിൽ താഴെയുള്ള ഈ ബോട്ടം മാർജിൻ്റെ ഈ ലൈന് ഞെക്കി പിടിച്ച് കുറച്ച് താഴേക്ക് നീക്കി കൊടുക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പ് മാർജിൻ ഇത്തിരി മേലേക്ക് നീക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡിയാണ്. ഈ ഗ്രിഡ് ലൈൻസ് ഷോ മാർജിൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഷോ മാർജിൻസ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർജിൻ്റെ ബോർഡറുകൾ പോകും, ഗ്രിഡ് ലൈൻ കാണും. അപ്പോൾ ഏറെക്കുറെ ശരിയാണ്. എസ്കേപ്പ് അടിച്ചിട്ട് നമ്മൾ സാധാരണ പോലെ കൺട്രോൾ S അടിച്ച് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ F2 പഠിച്ചിട്ട് സേവ് ആസ് കൊടുക്കുക. നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫയലാണല്ലോ, അത് TT1 എന്നുള്ള പേരിൽ സേവ് ചെയ്തിരുന്നു. ഇതിന് ഞാൻ TT2 എന്നുള്ള പേരിൽ സേവ് ചെയ്തു. ആ പഴയ ഫയൽ പഴയ പോലെ തന്നെ കിട്ടും. ഇനി ഇത് ഫയൽ മെനുവിൽ പോയിട്ട് സാധാരണ പോലെ സേവ് ആസ് കൊടുത്തിട്ട്
അതിനകത്ത് പോയിട്ട് ബ്രൗസ് എടുത്തിട്ട് നമ്മൾ സേവ് ആസ് ടൈപ്പ് എന്നുള്ളിടത്ത് PDF കൊടുത്തു. PDF കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലാണ്. അതിനകത്ത് PDF ആക്കിയിട്ട് എഗെയിൻ സേവ് ചെയ്യും. അതിനകത്തൊരു PDF ഫയൽ ഓൾറെഡി ഉണ്ട്, ഓവർ റൈറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു, യെസ് കൊടുത്തു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, PDF ആയിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് PDF ഫയലാണ്. ഇതാണ് PDF ആക്കാനുള്ള വഴി. ഇതിനിത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ കാണുന്ന പോലെ തന്നെ വരും.